ഇന്നത്തെ കാലഘട്ടം നമ്മുടെ മക്കളോട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ 15-ാം തീയതി നാട്ടിൽ നിന്ന് വന്നത്. 2.5 മാസം നാട്ടിലായിരുന്നു. എനിക്ക് 10 വയസ്സുള്ളൊരു മോനുണ്ട്. 10 വയസ്സുള്ളൊരു മോൻ എനിക്കുണ്ട്, ഇളയ മോൻ. ഞാൻ എവിടെയും കൂടെ പഴയ സ്ഥലത്ത് പോയപ്പോൾ മോനാണെന്ന് പഠിപ്പിച്ച് ചോദിച്ചു. അല്ല, മോനില്ല, എൻ്റെ മോൻ തന്നെയാണ്. എന്നിട്ട് ഞാൻ അവന് പക്ഷെ സമയം കിട്ടിയില്ല. നമ്മൾ കാളവണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. മടലി വെട്ടി ആ മടലിന്റെ ഇങ്ങേ അറ്റത്ത് ഒരു വടിയൊക്കെ കയറ്റി 2 മടൽ വേറെ വെച്ച് കാളന്മാരെയും വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് പോയ ഒരു കാലഘട്ടമുണ്ട്. നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. അന്നത്തെ കാലഘട്ടം അങ്ങനെ വ്യത്യസ്തമായ കളികൾ, വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ ചേരുവകൾ ഉള്ള ഒരു ജീവിതത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നതൊക്കെ പോയി. അയലത്ത് വീട്ട് ഏത് ജാതിയാണെന്ന് നോക്കുന്ന ഒരു രംഗം വന്നുണ്ടായിരുന്നില്ല. നമ്മൾ വെക്കുന്ന ഭക്ഷണം, പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ ഒരു വചനമുണ്ട്. നിങ്ങൾ കറി വയ്ക്കുമ്പോൾ, ഇറച്ചിക്കറി, നല്ല മീൻകറി വെക്കുമ്പോൾ അത് പാകമായി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും വരുന്നത്, അല്ലേ? അത് മണം തടഞ്ഞു നിർത്താൻ നമ്മളെ കൊണ്ട് ആരും പറ്റില്ല. വീട് നല്ല വീടാണെങ്കിലും എങ്ങനെയായാലും അത് പുറത്തിയാണ്. അപ്പോൾ അടുത്തുള്ള വീട്ടുകാരിൽ നല്ല മണം വരുന്നു കേട്ടോ, എന്തോ കറി വെച്ചിട്ടുണ്ട് അവിടെ. മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്യം എന്തെന്നറിയുമോ? നിങ്ങൾ ഒരു കുണ്ടൻ പിഞ്ചാണ്, ഒരു പിഞ്ഞാണ്. കുണ്ടൻ പിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പഴയ കുഴുവുള്ള പിഞ്ഞാണുണ്ടല്ലോ, അതാണ്. നിങ്ങൾ കറി വെക്കുമ്പോൾ ആ കറിയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തുകൊണ്ട് ആ ഒരു നേരത്തെ കുറച്ച് കറി നിങ്ങളുടെ അയൽവാസികൾക്ക് കൊടുക്കണം. അവരുടെ കുഞ്ഞുങ്ങൾ പറയൂലേ, ഒരു പക്ഷെ ഒരു അച്ഛൻ മരിച്ചുപോയ കുഞ്ഞാണ്, അല്ലെങ്കിൽ അമ്മ മരിച്ചുപോയ കുഞ്ഞാണ്, അല്ലെങ്കിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അപ്പുറത്ത് പാചകം ചെയ്തതുപോലുള്ള ഭക്ഷണങ്ങൾ എനിക്ക് കിട്ടിയേനെ എന്നും ആത്മകഥം ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുമ്പോൾ അതിലൊരു വിഹിതം നിന്റെ അയൽക്കാർക്ക് കൊടുക്കണം. ഇതായിരുന്നു തത്വങ്ങൾ. ഇതൊക്കെ നാട്ടിൽ നടപ്പുണ്ട്, ഇതൊക്കെ നാട്ടിൽ നടന്നതാണ്. പക്ഷെ ഇപ്പോ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഉൾപ്പെടെ വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ആദ്യം കിട്ടുന്നത് വലിയ മതിലാണ്, അല്ലേ? അതല്ലെങ്കിൽ വില കൂടിയൊരു നായ വാങ്ങിക്കും, നല്ലൊരു കൂടുണ്ടാക്കും. ആ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഈച്ച പോലും വന്നാൽ ആ നായ കുഴയ്ക്കും. ആരും സൗഹൃദങ്ങളില്ല. കെട്ടിയൊട്ടാക്കപ്പെട്ട വ്യക്തികളിൽ നമ്മളെല്ലാവരും വിലയം പ്രാപിക്കുകയാണ് ഓരോരുത്തരും. ഇന്ന് വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, അല്ലേ മോളെ, അവരുമായിട്ടൊന്നും മിണ്ടരുത് കേട്ടോ, അവരുടെ അടുത്ത് പോലും പോയി ഇരിക്കരുത്. ഇതാണ് ഇന്ന് പറഞ്ഞു വിടുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ ചെറിയ കുട്ടികളായിരിക്കവേ തന്നെ വേർതിരിവ് വന്നു. നമ്മളങ്ങനെ ആയിരുന്നില്ല. നമ്മൾ അവരുമായിട്ട് ഓടിക്കളിച്ച് എല്ലാവരും സഹവസിച്ച് എല്ലാവരും പറഞ്ഞ് എല്ലാവരും കേട്ട് ഓണത്തിന് ഇങ്ങോട്ട് വന്ന് പെരുന്നാളിന് അങ്ങോട്ട് വന്ന് ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ജീവിതങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അതൊക്കെ മാറി മറിഞ്ഞു. അത് മാത്രമല്ല, രക്ഷകർത്താക്കളായി നമ്മൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ മക്കൾ, ആണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ 100% വിശ്വസിക്കുന്ന നമ്മുടെ മക്കൾ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, ചതിവലയങ്ങളിൽ പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? കൊച്ചു കുട്ടികൾക്ക്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിഠായിയുടെ രൂപത്തിലാണ് അത് കൊടുക്കുന്നത്, ലഹരി. അത് കഴിക്കുമ്പോൾ അവർക്ക് രസം കിട്ടും, ഉന്മേഷം. പിറ്റേന്ന് അത് കിട്ടിയില്ലെങ്കിൽ വിപ്ലവം ഉണ്ടാക്കും, വിഷമം ഉണ്ടാക്കും. നമ്മൾ കേട്ടില്ലേ ഒരുത്തൻ ചെയ്യുന്ന പരിപാടി? ഉമ്മയെ അടിച്ചു, ഉമ്മ മരിച്ചില്ല, രക്ഷപ്പെട്ടു, ഇപ്പോഴും ജീവചമമായിട്ടുണ്ട്. അനിയനെ കൊന്നതിന് മന്തി വാങ്ങിച്ചുകൊണ്ടൊന്ന് കൊടുത്തിട്ട്, സ്വന്തം അനിയനെ, ഉമ്മയുടെ വാപ്പയെ കൊന്നു. അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ പോലും വീട്ടിൽ വിളിച്ചു വരുത്തി, എന്റെ ഉമ്മ നിന്നെ വിളിക്കുന്നുണ്ടെന്തോ പറയാനെന്ന് പറഞ്ഞു. ആ പെണ്ണിനെയും അവൻ കൊന്നു. 5-4 പേരെ കൊന്നു. ആ വാപ്പ ഗൾഫിലായിരുന്നു. വന്നിട്ട് അയാൾ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നു. ഉമ്മയും മകനുമായിട്ട് എന്തോ സാമ്പത്തികമായ 50 ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടത്തി. എന്താണെന്ന് അവർക്ക് അറിയില്ല.
നമ്മൾ വളർത്തുന്ന മക്കൾ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ജോലിയിൽ ഇവിടെ ചെയ്ത് തണുപ്പിന് തണുപ്പ്, ചൂടിന് ചൂട്, നമ്മൾ സുഖം അറിയുന്നില്ല. ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴും എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഓരോ വീടുകളിലും, നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിലും ഓരോ റൂമിലും ബാത്റൂമുകളുണ്ട് ഇല്ലേ? ഓരോരുത്തരും. ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഒരു റൂമിൽ 8-9 പേര് താമസിക്കുന്ന നമ്മൾ ഒരു ബാത്റൂം അല്ലെങ്കിൽ 2 ബാത്റൂം. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ബാത്റൂമിലുള്ള വെള്ളം കോരി ഒഴിച്ച് കുളിക്കാനും നമ്മുടെ സൗകര്യത്തിന് പറ്റും, വാതിൽ കിട്ടും. ഇതല്ലേ നമ്മുടെ ജീവിതം? 25 വർഷം, 35 വർഷം, 40 വർഷം, 50 വർഷം ജീവിച്ചവരും ഇവിടെ സുഖിക്കില്ല. നമ്മുടെ ജീവിതമൊക്കെ ഇവിടെ ഒരു ചങ്ങലയിൽ കുടുങ്ങിയ ജീവിതം നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഓരോ ദിവസവും ജോലി ചെയ്ത് നമ്മൾക്ക് മാസം കഴിയുമ്പോൾ കിട്ടുന്ന ശമ്പളം, നമ്മുടെ ചിലവ് കഴിഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ മക്കൾ നല്ലവരാവണമെന്ന് കരുതിയാണ്. ആ മക്കൾ പ്രവാസമൊക്കെ നിർത്തി